അതേ, വീമൺട്രോ ഐലൻഡ് വില്ലയിൽ നമ്മൾ സ്റ്റേ ചെയ്തപ്പോൾ നമുക്കുണ്ടായ കുറച്ച് സന്തോഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പോയപ്പോൾ നമ്മൾക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള നല്ലൊരു സ്ഥലമായിരുന്നു, നല്ല വില്ലയായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും എവിടെ ചെന്നാലും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞങ്ങളുടെ പതിവാണ്. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിട്ട് കുറേ ലൈറ്റ്സും എല്ലാം കണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുറച്ച് സമയം നമുക്ക് മാത്രമായിട്ട് മാറ്റി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. എൻ്റെ മക്കളായാലും ഹസ്ബൻഡായാലും ഞാനും ചേട്ടനും എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ ഓരോ ആംഗിൾ ചെല്ലുമ്പോൾ തന്നെ ലൈറ്റ്സും ഭയങ്കര രസമായിരുന്നു. അവിടെ 4 ചുറ്റിനും വെള്ളമല്ലേ, അപ്പോൾ നമുക്ക് ഓരോ നിമിഷവും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ആഘോഷം വന്നാലും പൂത്തിരിയും കമ്പിത്തിരിയും സംഭവമൊക്കെ പൊട്ടിക്കാനും പടക്കം പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ എല്ലാ ആഘോഷത്തിനും അത് കൂട്ടുകാരായിട്ട് എപ്പോഴും കൂടെയുണ്ട്. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് കുറേ സംഭവമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സെലിബ്രേഷനല്ലേ, അപ്പം അതൊന്ന് പൊളിയാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കമ്പൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട അവസ്ഥയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മൾ മാത്രമല്ല ഉള്ളൂ. അപ്പം നമുക്കായിട്ടുള്ളൊരു വില്ലയല്ലേ, ആരും ചുറ്റിനൊന്നും ഇല്ല. അപ്പം നമുക്ക് സേഫായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ പിള്ളേർ കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. അൻസിക്ക മൂത്താക്ക് ഭയങ്കര പേടിയാണ് തീയും കമ്പിത്തിരിയൊക്കെ. എന്നിട്ടും അവൾ കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ വന്നു. എന്നിട്ട് ഇടയ്ക്കിട്ടിട്ട് ഓടുന്നുണ്ടായിരുന്നു. ഇളയാൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആളെപ്പോഴും നന്നായിട്ടെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. മൂത്താക്കത് ഭയങ്കര പേടിയാണ്. പിന്നെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് കുറച്ച് സമയം, പിന്നെ രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ടും ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് സമയം നമുക്കായിട്ട് കിട്ടുന്നത് എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് ആസ്വദിക്കാൻ നോക്കുമല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിക്കണം. നല്ല പോസിറ്റീവായിട്ടുള്ളൊരിതായിരുന്നു. പിന്നെ ഞങ്ങൾ കമ്പമൊക്കെ പൊട്ടിക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ പൊട്ടിച്ചൊക്കെ തുടങ്ങി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെയൊക്കെ ഏൽപ്പിച്ച് സെറ്റാക്കി അങ്ങനെ പൊട്ടിച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ തുറസായിട്ട് കിടക്കുന്നതുകൊണ്ടും ചുറ്റിനും കായലും ഒക്കെ ആയതുകൊണ്ട് ഇത് ഭംഗിയായിട്ട് പൊട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് രസമായിരുന്നു. ഇങ്ങനെ ആകാശത്തിങ്ങനെ നക്ഷത്രങ്ങൾ വിരിയുന്ന പോലെ എന്ത് ഭംഗിയാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മൂത്താളെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഏൽപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. കുറേയൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ മൂത്താക്ക് പേടിയായി തുടങ്ങി. ഇത് പൊട്ടിത്തെറിക്കുമോ, പൊട്ടി വരുമോ എന്നൊക്കെ പേടി തുടങ്ങി. ഞങ്ങളിത് കണ്ടുകൊണ്ടിരുന്നത് ആസ്വദിക്കുമായിരുന്നു. ചേട്ടനും ഇത് ഇഷ്ടമായതുകൊണ്ട് ചേട്ടൻ എപ്പോഴും ഇത് ഇപ്പോൾ കമ്പിത്തിരി ആയാലും കമ്പമായാലും എല്ലാം ഭയങ്കര ആസ്വദിച്ച് അത് ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ മൂത്ത ആളെ ഏൽപ്പിച്ചു. എന്നിട്ട് ചേട്ടൻ പോയി കത്തിച്ചിട്ട് മാറിയപ്പോഴത്തേക്ക് അൻസിക്ക് എന്തോ ഇത് ഫോണൊക്കെ ഇട്ടിട്ട് ഓടി. കാരണം പൊട്ടി വരുമോ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട്. മേളിൽ പോയി പൊട്ടുവാണെന്നുള്ള ഇതില്ല, എന്നാലും ആൾക്ക് പേടി. അത് കഴിഞ്ഞ് ചേട്ടൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് സൂപ്പറായിട്ട് കമ്പം മേളിൽ പോയി പൊട്ടുമ്പോഴത്തേക്ക് അതും ഒരു രസം. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. നല്ലൊരു ദിവസം നമുക്ക് കടന്നു പോകുന്നത് അറിഞ്ഞതേയില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. മക്കളും ചേട്ടനും നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു. ബീഫ് കറിയും ബീഫ് ഫ്രൈയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മിക്സഡ് സാലഡും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊളിയായിട്ട് കഴിച്ചു. പിന്നെ എൻ്റെ മോള് വെജ് ആയതുകൊണ്ട് അവൾക്ക് പനീറും, അപ്പം എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ കഴിക്കുകയായിരുന്നു. ഒരു പ്രത്യേക വൈബാണ്. അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ഡൈനിങ്ങിലിരുന്ന് കഴിക്കുമ്പോൾ അപ്പുറത്ത് കായലും ലൈറ്റ്സും എല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ.
നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം ഭയങ്കര സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നു. നല്ലൊരു ദിവസമായിരുന്നു കടന്നു പോയത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല ഹാപ്പി ആയിട്ടിരുന്ന സ്ഥലം. എന്തായാലും വീമൺട്രോ ഐലൻഡിലെ സ്റ്റേ ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ഇനിയും പോകണം ഞങ്ങൾക്ക്. ഇനി എപ്പോൾ എന്ത് സെലിബ്രേഷൻ ഉണ്ടായാലും ഒരു ഡേ അവിടെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പറയുന്നത്. പിന്നീട് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉച്ചയൂണും എല്ലാം സെറ്റാക്കാം.